ഹലോ കൂട്ടുകാരെ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിബി. ഓക്കെ, അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെയൊക്കെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ നമ്മളെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല, നമ്മളെ വിലയില്ലാത്തവരായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ലൈഫിൽ വിജയിക്കണ്ടേ? ഈ കളിയാക്കുവരുടെ മുന്നിൽ നമുക്കൊന്ന് വിജയിച്ച് കാണിക്കട്ടെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ഇത്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഒരുപാട്, ഇപ്പൊ നമ്മൾ മാരേജിന് മുന്നേ ചിറകുറുത്തി ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ആഫ്റ്റർ മാരേജ് ലൈഫിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ലൈഫ് തന്നെ മടുത്തു, വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? അതിന് കാരണങ്ങൾ പലർക്കും പലതാകാം. ഒന്നെങ്കിൽ അവർ റിലേഷൻഷിപ്പ് ശരിയായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഇപ്പം അമ്മായിമ്മയുടെയോ അല്ലെങ്കിൽ അമ്മായിപ്പന്റെയോ അല്ലെങ്കിൽ അവർ റിലേഷൻഷിപ്പിലുള്ള വേറെ ആരുടെയെങ്കിലോ എന്തെങ്കിലും ഒക്കെ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികളോ കൊണ്ടോ ഒക്കെ മുറിവേൽക്കപ്പെട്ട അവസ്ഥകൾ പലർക്കും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ഒരു ജോലി ഇല്ലാത്തത് അല്ലെങ്കിൽ ജോലി ഇല്ലായ്മ കൊണ്ട് അതിനെ ചൊല്ലി കളിയാക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ പല 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 റീസൺ കൊണ്ട് വേദനിക്കുന്നവര് അല്ലെങ്കിൽ കളിയാക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. എങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നമ്മളുടെ മുൻപില് അല്ലെങ്കിൽ നമ്മളെ വിലയില്ലാത്തവരായി അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നമുക്കൊന്നിനും കഴിവില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുടെ മുന്നില് നമ്മൾ നെഗറ്റീവ് അടിച്ച് ആ കളിയാക്കിയതിനെ ഓർത്ത് നമ്മുടെ ലൈഫ് വെറുതെ പാഴാക്കാതെ അതിനെ ആലോചിച്ച് നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴിപ്പിച്ച് കളഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ആ പറഞ്ഞവരെ മുന്നിൽ നമുക്ക് ജയിച്ചു കാണിക്കണ്ടേ? അതിനുവേണ്ടി ഏറ്റവും നല്ല എനർജി കിട്ടുന്ന എവിടുന്നാന്നറിയാം? ഇങ്ങനെ വരുന്ന സിറ്റുവേഷനില് നമ്മളെ എന്നുവെച്ചാൽ നമ്മുടെ നേരിട്ടോ അല്ലെങ്കിൽ നേരിട്ടല്ലാതെയോ നമ്മളെ കളിയാക്കുന്നവര് അവരുടെ മുഖം നമ്മൾ മനസ്സിൽ ഓർത്താൽ മാത്രം മതി. ആ ഒറ്റ നിമിഷം നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ള എനർജി ആ ഒരു മൊമെന്റിൽ നമുക്ക് കിട്ടും. എന്ന് കരുതി ഞാൻ പറയുന്നിടത്തും വേറൊന്നുമല്ല, ആ ആളെ നമ്മൾ ലൈഫ് ലോങ് ശത്രുവായിട്ട് കാണണമെന്നോ അല്ലെങ്കിൽ എതിരാളിയായിട്ട് കാണണമെന്നോ ഒന്നുമല്ല ഇതിന്റെ അർത്ഥം. അവര് നമ്മളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് മൈൻഡായിട്ട് എടുക്കണം. നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ആയുധമായിട്ട് വേണം നമ്മൾ അതിനെ എടുക്കാൻ. മനസ്സിലായില്ലേ? അവിടെ എപ്പോ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നോ അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ലൈഫ് മാറും. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അവിടെ ചിന്തിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം ജീവിത ലൈഫിൽ ഇപ്പം നമ്മുടെ ഗേൾസിന്റെ കാര്യങ്ങൾ തന്നെ എടുക്കാം. പെൺകുട്ടികൾ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് മേ ബി നമുക്ക് ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് കൊണ്ട് മക്കളെ നോക്കണം എന്നൊക്കെ കരുതിയിട്ട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ജോലിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ പിന്നെ മാരേജ് ചെറുപ്പത്തിലെ കല്യാണം കഴിപ്പിച്ചു. അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതൊക്കെ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിഷമിക്കാറുണ്ട്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ചിന്തിക്കരുത് അങ്ങനെ. കാരണം ലൈഫില് സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം നമ്മൾ എടുത്തു നോക്കും. അവർക്കെല്ലാം അത് ഒറ്റ കുതിപ്പിന് അവരുടെ ലൈഫിൽ സക്സസ് ആയതല്ല. കാരണം വെച്ചാൽ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് തോൽവികൾ നേരിട്ടിട്ടുണ്ട്. ഒരു 5 10 അല്ല, ഒരുപാട് തോൽവികൾ നേരിട്ടിട്ട് ആ ഓരോ തോൽവിയെയും അവര് വിജയിക്കാനുള്ള സ്റ്റെപ്പുകളായിട്ടാണ് കണ്ടത്. ആ പോസിറ്റീവ് മൈൻഡ് അതാണ് അവരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. ആ ഒരു മൈൻഡ് വേണം നമുക്കും വേണ്ടത്. ഇപ്പം സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പൊ എന്താണ് പറയുന്നത്? ഇപ്പം ചെലന്തി, നമുക്കറിയാം നമ്മുടെ വീടുകളിലെല്ലാം ചെലന്തി ഉണ്ടല്ലേ. ചെലന്തി വല കിട്ടും. ഇപ്പൊ എന്റെ വീട്ടിലെ കാര്യം തന്നെ ഞാൻ എടുത്തോട്ടെ. എന്റെ വീട് വൃത്തിയായിരിക്കാൻ വേണ്ടി എവിടെ ചെലന്തി വല കണ്ടാലും ഞാൻ എന്ത് ചെയ്യും? ആ ചെലന്തി വല ഞാൻ പൊട്ടിച്ചു കളയും. ശരിയല്ല ഞാൻ പറഞ്ഞത്? പക്ഷേ ചെലന്തി വല പൊട്ടിച്ചു കളഞ്ഞെന്ന് വെച്ചിട്ട് നാളെ അവരവിടെ ചെലന്തി വല വെക്കാതിരിക്കുവോ? അല്ലെ തന്റെ കൂടെ അവിടെ നിർമ്മിക്കാതിരിക്കുവോ? ഒരിക്കലും ഇല്ല. അവര് ജീവിതത്തിൽ ഇങ്ങനെ കൂട് കെട്ടിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടി? അവർക്ക് വേണ്ട ഇര അതിൽ വന്ന് വീഴാൻ വേണ്ടി അല്ലേ? കാരണം അവർക്ക് ഫുഡ് കഴിക്കണ്ടേ. അവിടെ കാണിക്കുന്നത് എത്ര പൊട്ടിച്ചെറിഞ്ഞിട്ടും തകർക്കാൻ ശ്രമിച്ചിട്ടും തളരത്തില്ല. പോസിറ്റീവ് മൈൻഡോടുകൂടി മുന്നേറും. അങ്ങനെ മുന്നേറുന്നവർക്ക് മാത്രമേ ലൈഫിൽ തന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ തളർത്ത് കളയാന് അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് അടിയിപ്പിക്കാന് ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ പറഞ്ഞ ശരിയല്ല.
പക്ഷെ നമുക്ക് പോസിറ്റീവ് തരാനായിട്ട് ആരും കാണത്തില്ല, 1-2 പേരെ കാണും. നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ നമ്മളെ തന്നെ പല കാര്യങ്ങളും, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞേക്ക്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് ലൈഫിൽ മുന്നേറാൻ സാധിക്കും. നമ്മൾ ചിലപ്പം ഒരു കാര്യങ്ങൾ, ഇപ്പം മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് ജോലിയില്ല, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ തളർന്ന സിറ്റുവേഷനിൽ നമ്മൾ തളർന്നു പോവാതെ എന്ത് ചെയ്യണം അറിയാം? എനിക്ക് ജയിക്കണം. ഈ നമ്മളെ കളിയാക്കിയവരുടെ മുന്നിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. എന്താണെന്നറിയാം? നമ്മുടെ വിജയം. നമ്മളെ കളിയാക്കുമ്പോൾ ആ കളിയാക്കിയ നാവ് കൊണ്ട് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും? അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അറിയാതെ ആ കൈകൾ നമ്മുടെ മുന്നിൽ അടിക്കും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ശരിയല്ല ഞാൻ പറഞ്ഞത്? തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തളർത്തി കളയാൻ 100 പേര് കാണും. ആ വാക്കുകളോ അല്ലെങ്കിൽ ആ പരിഹാസങ്ങളോ കേട്ടിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്ന് അതിൽ നിന്ന് പിന്മാറിയാൽ നമുക്ക് ലൈഫിൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. നമുക്ക് തന്നെ അറിയാം, ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരിക്കലും അവരുടെ ലൈഫിൽ ഗ്രോത്ത് ആഗ്രഹിക്കില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരെ തന്നെ എടുക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് പോലും അവരെങ്ങും എത്തുന്നില്ല. എന്തുകൊണ്ട്? അവര് വളരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എന്തുണ്ട്? വീട്ടിൽ പാരന്റ്സ് കൊടുക്കുന്നുണ്ട്. അവരിങ്ങനെ പാമ്പ് ചെയ്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ല ഞാൻ പറയാം? അപ്പോൾ അവര് വളരാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു നിലയിൽ എത്താൻ വേണ്ടി ഒരിക്കലും അവർ ആഗ്രഹിക്കത്തില്ല. അതേ സമയത്ത് പ്രതിസന്ധികൾ നമുക്ക് വന്നാൽ, വിഷമങ്ങൾ നമുക്ക് വന്നാൽ, ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലാതെ കുറെ പേരുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും ചെയ്യില്ല. ജീവിതത്തിൽ മടുപ്പും തോൽവികളും ഒക്കെ ആരുടെ ലൈഫിലാണ് എപ്പോഴും സന്തോഷമുള്ളത്? ആരുടെ ലൈഫിലില്ല. നമ്മൾ പുറമേ നമ്മൾ വിചാരിക്കും അവരുടെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്, അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് ചിന്തിക്കും. അല്ല, നമ്മൾ ഓരോരുത്തരെയും ഉള്ളിലേക്ക് ഇറങ്ങണം. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും പുറമേ കാണുന്നതൊന്നും അല്ല ജീവിതം. എല്ലാവർക്കും ഉണ്ട് വിഷമങ്ങള്, എല്ലാവരുടെ ലൈഫിലും ഉണ്ട് സങ്കടങ്ങള്. അതൊക്കെ നമ്മളൊരു ഹ്യൂമൻ ബീങ് ആകുമ്പോൾ ഇതൊക്കെയുണ്ട് അല്ലെ? നമ്മളൊരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ കോയിൻ എന്തുണ്ട്? 2 വശങ്ങളില്ലേ? ഹെഡും ടെയിലും ഉണ്ട്. അതുപോലാണ് മനുഷ്യന്റെ ജീവിതം. സുഖവും ദുഃഖവും കൂടി ചേർന്നതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. കഷ്ടപ്പാടും സങ്കടങ്ങളും എല്ലാം കലർന്നതാണ്. അതിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പം എന്ത് ചെയ്യാ? നമ്മുടെ മുന്നില് നമ്മളെ കളിയാക്കിയവരുടെ മുന്നില് നമ്മൾ എന്ത് ചെയ്യണം? വിജയിച്ച് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിലെ സ്കില്ലിനെ നമ്മൾ തിരിച്ചറിയണം. കഴിവില്ലാത്തവരെ ആരും ഒരിക്കലും ഇല്ല. ആൾക്കാരെ പറയും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളിക്കില്ല, നിനക്ക് കഴിവില്ലെന്ന് പറയും. വെറുതെയാണ്. നമ്മളെ തളർത്താൻ വേണ്ടി മാത്രം പറയുന്നതാണ്. നമ്മൾ അതിൽ വീടില്ല. കഴിവില്ലാത്തവരെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എല്ലാവർക്കും ഓരോ സ്കില്ല് കാണും. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഒന്നെങ്കിൽ വരയ്ക്കാന്, അല്ലെങ്കിൽ എഴുതാന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ്, അല്ലെങ്കിൽ ഇപ്പം ബിസിനസ്. ഇപ്പൊ നമ്മള് സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ഫീൽഡിൽ ഓരോരുത്തർ കഴിവാണ്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ബിസിനസ് ഫീൽഡിൽ ഇറങ്ങിയെന്ന് വെച്ചിട്ട് ഞാൻ അത് കണ്ടിട്ട് എനിക്ക് ബിസിനസ് ചെയ്യാൻ ചിലപ്പോൾ ടാലന്റ് കാണത്തില്ല. ഞാൻ അത് കണ്ടിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കിൽ എന്താണെന്ന് നമ്മൾ തന്നെ പരിശോധിച്ച് കണ്ടെത്തണം. സ്കില്ലില്ലാത്തവരെ ആരുമില്ല. നമ്മുടെ സ്കിൽ എന്താണ് നമ്മൾ തന്നെ കണ്ടെത്തി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഷാർപ്പൺ ചെയ്യണം. അല്ലാതെ നമ്മുടെ സ്കില്ല് കണ്ടെത്താൻ വേണ്ടി ഒരാളുടെ ഹെൽപ്പ് തേടുകയല്ല വേണ്ടത്. നമ്മുടെ സ്കിൽ എന്താന്ന് കണ്ടെത്തിയതിനു ശേഷം അതിനെ ഒന്ന് വലിച്ചു കയറ്റാൻ വേണ്ടി മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയം കളയരുത്. മനസ്സിലായോ? നമ്മുടെ സ്കില്ല് നമ്മൾ തന്നെ കണ്ടെത്തി അതിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഷാർപ്പൺ ചെയ്യണം. ഷാർപ്പൺ ചെയ്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അതിന് നമുക്കൊരു ആഗ്രഹം കാണും അല്ലെ? ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് ഒരു ജോലി ആയിരിക്കും ആഗ്രഹം, ചിലർക്ക് ഒരു ബിസിനസ് മാൻ ആകാനായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ ഒരു നല്ല ഫാഷൻ ഡിസൈനർ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ആഗ്രഹമുള്ളവര് എന്ത് ചെയ്യണമെന്നറിയാം? ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഞാൻ ഒരു നാള് എന്റെ ആഗ്രഹം അച്ചീവ് ചെയ്യും. എന്നിട്ട് എന്നെ നോക്കി കുറച്ചു നാള് മുന്നേ കളിയാക്കിയവരുടെ മുന്നില് ഞാൻ സക്സസ് ആകുന്നത് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി തോന്നാം, പക്ഷെ അങ്ങനല്ല. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, സക്സസിലേക്ക് എത്തുന്നത് 1, 2, 3 ദിവസം കൊണ്ടല്ല. ഹാർഡ് വർക്ക്
നമുക്ക് കഠിനമായിട്ടുള്ള ഹാർഡ് വർക്ക് നമ്മളുടെ സക്സസിലേക്ക്, നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി പല മുള്ളുകളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഉറപ്പായിട്ടും വരും. ആ തടസ്സങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഹാർഡ് വർക്കോടുകൂടി നമ്മുടെ ഡിസൈർ, നമ്മുടെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യണം. ആ അച്ചീവ് ചെയ്തുകൊണ്ട് നമ്മളെ കളിയാക്കിയവര്, നമ്മളെ വിലയില്ല എന്ന് പറഞ്ഞവരുടെ മുന്നില് നമ്മൾ എന്ത് ചെയ്യണം? വിജയിച്ച് കാണിക്കണം. അതാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. അപ്പൊ എന്റെ കുട്ടി ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.